ഹലോ, നമ്മളിന്ന് ഒരു കുട്ടി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പുറത്ത് ചാടിയതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഹോസ്പിറ്റലിലാണ് ആദ്യം പോയത്. അപ്പോൾ അവിടുന്ന് എരിപൊരി വെയിലായിരുന്നു. അപ്പോൾ നേരെ ഒരു AC ഉള്ള ഹോട്ടലിലേക്ക് ചാടി കയറി. അപ്പോൾ പിന്നെ അവിടെ ഇന്നപ്പോൾ സമാധാനത്തിലിരിക്കാമല്ലോ. ഭയങ്കര ചൂടാണ് കേട്ടോ മണ്ണാർക്കാട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ എല്ലാത്തിനും ഒരു ഉഷാറുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പിള്ളേർ എല്ലാവരും ബിരിയാണി മാത്രമേ കഴിക്കുകയുള്ളൂ. ഇപ്രാവശ്യം ഞാൻ ചോറ് പറഞ്ഞു. ഞാൻ ചോറ് പറഞ്ഞതുകൊണ്ട് മാത്രം ചേട്ടായും ചോറ് പറഞ്ഞു. അപ്പോൾ പിള്ളേർക്ക് ബിരിയാണി, മമ്മി ഉണ്ടായിരുന്നു, മമ്മിക്കും ബിരിയാണി പറഞ്ഞു, ഞങ്ങൾക്ക് ചോറ് പറഞ്ഞു. ചോറിനൊരു 10-13 കൂട്ടം കറിയും പായസവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം എനിക്ക് സമാധാനമായി. ഞാൻ ഇങ്ങനെ കഴിച്ചിട്ടേ ഇല്ല. വല്ല കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ കഴിക്കാറുള്ളൂ. അങ്ങനെ എല്ലാ കറിയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോഴും കറികളൊക്കെ ബാക്കിയുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഇവരുടെ ബിരിയാണി എപ്പോഴും ബാക്കിയുണ്ടാവും. അപ്പോൾ ചോറെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരുടെ ബിരിയാണിയും ചിക്കനും കുറച്ച് കഴിച്ച് നോക്കി. അതും അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ പായസം ലാസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് പായസം കുടിക്കാമെന്ന് വെച്ചാൽ ഞാൻ കുടിച്ചു. ചേട്ടായത് ഉണ്ണിയും കുടിച്ചു, എൻ്റെത് കുഞ്ഞാമ്മയും കുടിച്ചു. അപ്പോൾ പായസത്തിൻ്റെ കാര്യം ഒരു തീരുമാനമായി. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പായസം. സേമിയ പായസമായിരുന്നു കേട്ടോ. അപ്പോൾ ആ പായസമൊക്കെ കുടിച്ച് നമ്മൾ നേരെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾക്ക് ഇവർക്ക് ഡ്രസ്സ് മേടിക്കാൻ, ഇവരുടെ ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുട്ടി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ നേരെ ഡ്രസ്സ് കടയിലേക്ക് ആദ്യം കയറി. ഡ്രസ്സ് കടയിൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് പുറത്തിറങ്ങി അടുത്ത കടയിലോട്ട് കയറിയിട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യും. ആദ്യം മിഡിയും അങ്ങനെ ടോപ്പും അങ്ങനെ എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇങ്ങനെ പോന്നു. പിന്നെ വേറെ എന്തെങ്കിലും ഉടുപ്പ് നോക്കാമെന്ന് വിചാരിച്ചു. ഉടുപ്പ് നോക്കുമ്പോൾ ഈ ചൂടത്ത് എന്ത് ഉടുപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഇതുമില്ല. അപ്പോൾ പിന്നെ വിചാരിച്ച് സാധാരണ സിമ്പിളായിട്ടുള്ള വല്ല പാൻറ്റും അങ്ങനത്തെ ടോപ്പും അങ്ങനെ എന്തെങ്കിലും എടുക്കാം. അങ്ങനെ ആകുമ്പോൾ എപ്പോഴും അവർക്ക് യൂസ് ചെയ്യുകയും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ ചൂടത്ത് അതാണല്ലോ സുഖം എന്ന് വിചാരിച്ച്. അപ്പോൾ ഉണ്ണിയും കുഞ്ഞാമി എവിടെ ചെന്നാലും കളിയാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെ കാണാതെയും കൂടെ പോയി. എൻ്റെ ഇടയിൽ പോയി ഒളിച്ച് നിന്നിട്ട് ലാസ്റ്റ് അവരെയൊക്കെ തപ്പി പിടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കിയെടുത്തിട്ട് നമ്മൾ ഇനി ഇട്ടൊക്കെ നോക്കണമല്ലോ. അവിടെ നിന്ന് നേരെ ഇട്ട് നോക്കാനൊക്കെ പോവാണ്. ഞാനും കുറച്ച് അവിടെ ഇരിക്കുന്നത് കോട്ടുകളൊക്കെ എടുത്ത് തപ്പിപ്പെറുക്കി നോക്കിയിട്ടോ. പക്ഷേ ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എടുത്തു തരാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ പറയുന്നത് മാത്രം എടുത്ത്. എനിക്ക് അങ്ങനത്തെ കടകളിൽ പോകുന്ന ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇങ്ങനെ എടുത്തെടുത്ത് തരണം. അതാണ് എനിക്കിഷ്ടം. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത്, അല്ലെങ്കിൽ ചിലവരിങ്ങനെ മടക്കി വെക്കേണ്ട ബുദ്ധിമുട്ട് കൊണ്ടാന്ന് തോന്നുന്നു അവരിങ്ങനെ എടുത്ത് തരാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് അങ്ങനത്തെ കടയിൽ കയറുന്ന ഒട്ടും ഇഷ്ടമില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുള്ളൂ. അപ്പോൾ അങ്ങനെ ഹാങ് ചെയ്തിരിക്കുന്ന ഡ്രസ്സൊന്നും കൊള്ളത്തില്ലായിരുന്നു. എന്നാൽ അതിൽ 2-3 ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് പൊക്കി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലീഫ് ടിക്കറ്റാണ് ഇവിടെ വന്നിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി. എനിക്കും പിള്ളേർക്കും അങ്ങോട്ടും പോവുക ഇങ്ങോട്ടും വരിക, അങ്ങോട്ടും പോവുക. അത് മാത്രമുള്ളൊരു മെച്ചം. അപ്പോൾ അങ്ങനെ പിള്ളേരെ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ മമ്മിക്ക് എന്തോ ചുരിദാറോ ടീഷർട്ടോ അങ്ങനെ എന്തൊക്കെയോ എടുക്കണമെന്ന് പറഞ്ഞു, ബെഡ്ഷീറ്റോ. അങ്ങനെ നമ്മളതൊക്കെ എല്ലാം മേടിച്ച് നമ്മളിതാ പോകുന്നു കേട്ടോ. നമ്മൾ ഈ കടയിലായിരുന്നു പോയത്. പിന്നെ അവിടെ നിന്ന് നേരെ പോകുന്നു നമ്മളൊരു ഫാൻസി കടയിലേക്കാണ് പോയത് കേട്ടോ. ഫാൻസി കടയിൽ ഞാൻ പോയത് പിള്ളേർക്ക് ഗിഫ്റ്റ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരേപോലത്തെ കിട്ടുമെന്ന് തപ്പിത്തിരഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ എങ്ങനെ പോയിട്ടും ഒരേപോലത്തെ കിട്ടിയത്. എന്തൊക്കെയോ ചെറിയ വ്യത്യാസങ്ങൾ എല്ലാത്തിലും ഉണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അതിന് ഞാനിങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് എല്ലാം ഒരേപോലത്തെ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ ഒരാൾക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അടുത്ത ആളുടെ അങ്ങനെ അവർക്ക് ഇങ്ങനെ നോക്കും. അപ്പം അയ്യോ അങ്ങനെ. അപ്പോൾ എന്നോട് ഇങ്ങനെ കച്ചറ ഉണ്ടാക്കും. അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ട്. അത് കാരണം ഞാൻ മാക്സിമം ഒരേപോലത്തെ എടുക്കാൻ നോക്കി. പക്ഷേ കിട്ടാത്തതിന് പിന്നെ പറയാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് ഞാൻ ചോദിക്കും. ഇഷ്ടപ്പെട്ടത് അവരിങ്ങനെ പറയുമ്പോഴത്തേക്കും ഞാൻ പറയും അത് പിന്നെ മേടിച്ചു തരാം, പിന്നെ മേടിക്കാതെ പറഞ്ഞിട്ട് ഞാൻ അവർ കാണാതെ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ തപ്പിത്തെരഞ്ഞുകൊണ്ടിരിക്കും ഇവർക്ക് പറ്റി തന്നത്. ഇങ്ങനത്തെ ഹെയർ ബാൻഡും ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ മേടിക്കും. പക്ഷേ അവരതിൻ്റെ കണ്ണൊക്കെ കുത്തിപ്പറിച്ച് എന്തെങ്കിലുമൊക്കെ കുത്തിപ്പറിച്ച് ലാസ്റ്റ് അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് വാങ്ങില്ല കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള 2 ഹെയർ ബാൻഡ് മാത്രം വാങ്ങിയിട്ടുണ്ട്. അവരുടെ ഡ്രസ്സിന് ചേരുന്നേക്കൂട്ട് 2 ഹെയർ ബാൻഡ് മാത്രം വാങ്ങി. കുഞ്ഞാമ്മിയുടെ ഡ്രസ്സിന് ചേരും, ഉണ്ണിയുടെ ഡ്രസ്സിന് അത്ര ചേർച്ചയൊന്നുമില്ല. എന്നാലും സിമ്പിളായിട്ടുള്ളത് വാങ്ങി. പിന്നെ അവർക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു കേട്ടോ മോതിരം ഇടണം എന്നുള്ളത്. എൻ്റെ പഴയ ഓരോ കല്യാണത്തിൻ്റെ ഫാൻസി ടൈപ്പുള്ള മോതിരമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ പെറുക്കിയിട്ടുണ്ട് നടക്കും. സ്വർണ്ണ മോതിരം കുഞ്ഞിലേ ആയിരിക്കുമ്പോൾ ഉണ്ട്. പക്ഷെ നമ്മളത് വായിൽ വിരലൊക്കെ ഇട്ട് അവരിങ്ങനെ നുണയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും മോതിരം വിഴുങ്ങി പോകുന്നു പേടിച്ചിട്ട് ഇട്ട് കൊടുക്കത്തില്ല. ഇപ്പോൾ അവർക്കാണെങ്കിൽ അതൊട്ട് കയറത്തുമില്ല. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചെന്നാൽ ഫാൻസിയുടെ ഒരു ടൈപ്പ് മോതിരം അവരുടെ ആഗ്രഹമല്ലേ അത് സഹായിച്ചു കൊടുത്തേക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കല്ല് വെച്ച 2 മോതിരവും കൂടെ സെലക്ട് ചെയ്തു കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ മേടിച്ചിട്ട് അവർ ഗിഫ്റ്റ് പൊതിയെ ഞാൻ സമ്മതിച്ചില്ല കേട്ടോ. അവിടുത്തെ ചേച്ചീനോട് ചോദിച്ചു, ചേച്ചി എനിക്ക് 2 പെട്ടി തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ചേച്ചി പാവം ചേച്ചി എനിക്ക് എല്ലാം കൂടെ അവിടെ പുറക്കിയിട്ടിട്ട് 2 പെട്ടി തന്നത് മേടിച്ച് നമ്മൾ വീട്ടിൽ പോന്നു.